ഒരു വിവാഹ ജീവിതത്തിൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 1 പാഷൻ, 2 ഇൻറ്റിമസി, 3 കമ്മിറ്റ്മെൻറ്റ്. ഈ 3-ലെ ഏതെങ്കിലും ഒരു പില്ലർ തകരുമ്പോഴാണ് പലപ്പോഴും ഒരു വിവാഹബന്ധം തകരുന്നത്. അപ്പോൾ ഈ 3 ലെയറുകളും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകുന്നിടത്ത് വിവാഹ ജീവിതം വളരെ മനോഹരമായിരിക്കും, വളരെ സന്തോഷമായിട്ടൊക്കെ പോകുന്ന കാര്യമായിരിക്കും. പക്ഷെ അവിടെ പലപ്പോഴും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിനകത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പാഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം, ഇൻറ്റിമസി എന്താണെന്ന് അറിയണം, കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പല റിലേഷൻഷിപ്പിലും ഈ പറയുന്നത് പാഷനേ കാണില്ല. ഈ പാഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ടോപ്പിക്കാണ്. ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ആത്മസമർപ്പണത്തോടു കൂടി അല്ലെങ്കിൽ 100% എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അത് ഇണകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം. ഞാൻ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, അവിഹിത ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ചില സ്ത്രീകൾ വിളിച്ചിട്ട് പറയുന്ന ഒരു സംഭവമാണ്, സാർ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് മൊബൈലിൽ മറ്റുള്ള വീഡിയോസ് കാണുന്നുണ്ട്, പുള്ളി അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനകത്താണ് പുള്ളിക്ക് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്ത്രീയുടെ അടുത്ത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ നോർമൽ ഒരു സിനാരിയോ ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് ഹസ്ബൻഡിന് അമിതമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ഫിസിക്കൽ കണക്ഷനോട് ഭയങ്കരമായ താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീ ഈ ഫിസിക്കൽ കണക്ഷനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. ഇതിപ്പം നോർമലി ഞാൻ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോകാറുണ്ട്. എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാർ 5 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 2 വർഷമായി ഫിസിക്കൽ കണക്ഷൻ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം ഇവർ തമ്മിൽ തന്നെ ഒരു പാഷൻ ഇല്ലായ്മ അവിടെയുണ്ട്. ഫസ്റ്റ് ഈ പാഷൻ ഇല്ലായ്മയ്ക്ക് പല പല കാരണങ്ങളുണ്ടായിരിക്കാം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരിക്കും. ഈ പറയുന്ന പല കാര്യങ്ങളും പഠിക്കാതെയാണ് ദമ്പതികൾ ഈ വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റുകൾ എന്താണ്, ഈ താല്പര്യമില്ലാത്ത ആൾ എന്തിനാണ് ഈ ഒരു വിവാഹ ബന്ധത്തിലേക്ക് വരുന്നത്, അപ്പോൾ ഈ താല്പര്യമില്ലാത്ത ആൾ വന്നതുകൊണ്ട് മറ്റേ ആൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തുറന്നൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ നിക്കീസ് കഫേ വലിയൊരു ടീമിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് എന്താണ് സൈക്കോളജിക്കൽ ഹെൽപ്പിലൂടെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. സൈക്കോളജിക്കൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനോടുള്ള പേടി എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു സംവിധാനം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പല പല ലെയറിലുണ്ട്. അപ്പോൾ നമ്മളൊരു സെക്സോളജിസ്റ്റിനെ വരെ നമ്മൾ അവരുടെയൊക്കെ സർവീസ് പോലും നിക്കീസ് കഫേയിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ സോൾവ് ചെയ്താൽ മാത്രമേ എന്താണ് പറയുക വിവാഹ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ആളുകൾ പറയുന്നതാണ്, എന്താ പറയുക, സഫോക്കേഷൻ ഉണ്ടോ, ടോക്സിസിറ്റി ഉണ്ടോ, യൂസ് ചെയ്ത് പോകാനാണ് പല ഫെമിനിസ്റ്റുകളും ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ റിയാലിറ്റി. ഈ 3 പില്ലറിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യണം. ഇപ്പോഴൊക്കെയാണ് നമ്മൾ യോനി സങ്കോചം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സ്ത്രീകളിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുന്നത്. അല്ലെങ്കിൽ പല എന്താണ് പറയുക മാരിറ്റൽ റേപ്പിലേക്ക് ആളുകൾ എന്തുകൊണ്ട് പോകുന്നു, മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 താല്പര്യമില്ലാത്ത വ്യക്തികളാണ് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതിൻ്റെ റൂട്ട് ലെവൽ പലതും പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പറയാം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീയോ പുരുഷനോ തയ്യാറാവുന്നില്ല. മറ്റേ ആൾ അധികാരപ്രയോഗം നടക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നോർമൽ ബന്ധമാണെങ്കിൽ പോലും അതൊരു എന്താണ് മാരിറ്റൽ റേപ്പിലേക്കൊക്കെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. ഒന്ന് പാഷനിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. രണ്ടാമത് ഇൻറ്റിമസി. ആളുകൾ പറയാനാണ് ഫിസിക്കൽ ഇൻറ്റിമസി, ഇമോഷണൽ ഇൻറ്റിമസി, അത് 8 ടൈപ്പുള്ള ഇൻറ്റിമസി ഉണ്ട്, സ്പിരിച്വൽ ഇൻറ്റിമസി, പല പല ടൈപ്പ് ഓഫ് ഇൻറ്റിമസി ഉണ്ട്. ഈ ഇൻറ്റിമസി ആളുകൾ തമ്മിൽ കാണുന്നില്ല. ഈ പറയുന്ന ഫിസിക്കൽ ഇൻറ്റിമസി അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ബാക്കിയുള്ള ഇമോഷണൽ ഇൻറ്റിമസി കാണില്ല. അപ്പോൾ സ്ത്രീക്ക് എന്താണ് വേണ്ടത്, പലപ്പോഴും ഇമോഷണൽ ഇൻറ്റിമസിയാണ്. ഈ ഇമോഷണൽ ഇൻറ്റിമസിക്ക് വേണ്ടിയായിരിക്കും അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പെൺസുഹൃത്തിനോട് നിങ്ങൾക്ക് പറയാം, അമ്മയോട് പറയാം, അച്ഛനോട് പറയാം. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഒരു വാലിഡേഷൻ ആയിരിക്കും, അംഗീകരിക്കും, റെസ്പെക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു പുരുഷൻ്റെ അടുത്തേക്ക് പറയുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ, അതായത് പലപ്പോഴും പല സ്ത്രീകളും ഇമോഷണൽ ഇൻറ്റിമസിക്ക് വേണ്ടിയാണ് മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഈ സംഭവത്തിനൊരു ബൗണ്ടറി വെച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകും. ഇമോഷണൽ ഇൻറ്റിമസി ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകും, അതൊരു വളരെയധികം ഫിസിക്കൽ കണക്റ്റിലേക്ക് പോകും. അത് പിന്നീട് എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതായത് നമ്മൾ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ചക്ക വേണം, കൈതച്ചക്ക വേണം, പേരയ്ക്ക വേണം, മാങ്ങ വേണം എന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഹസ്ബൻഡ് ഒരു തെങ്ങാണെങ്കിൽ അയാൾക്ക് തരാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പകരമായിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മറ്റു സ്ഥലത്തു നിന്ന് എടുക്കുക. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കായി ജീവിക്കുന്ന ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനകത്ത് നീ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണ വെച്ചിട്ട് ഇതിലും കറക്റ്റായിട്ടുള്ള
ഞങ്ങൾ എടുക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനമാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഇതിനകത്ത് ഏറ്റവും വേണ്ടത്. ഫിസിക്കൽ ഇൻറ്റിമസി ടൈമിൽ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി എന്താണ് പറയുക, നിങ്ങളൊരു സെക്സോളജിൻ്റെ അടുത്ത് പോകാനുള്ള ആളാണ് തീർച്ചയായിട്ടും പോകണം. നിങ്ങളൊരു ഗൈനക്കോളജിൻ്റെ അടുത്ത് പോകാനുള്ള ആളാണ് തീർച്ചയായിട്ടും പോകണം. നിങ്ങളൊരു സൈക്കോളജിൻ്റെ അടുത്ത് പോകേണ്ട ആളാണ് തീർച്ചയായിട്ടും പോകണം. ഇവിടെ ഈ പ്രശ്നം തീരും. അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ 3 പില്ലർ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു 99% ആളുകൾക്ക് അവിഹിതത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ സാഹചര്യത്തിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്.